ഞാൻ ഇനി എന്നാ ചെയ്യും സാറേ? മീഡിയക്കാരിങ്ങനെ അറിഞ്ഞുകൊണ്ട് തലയോട്ട് കിട്ടിയില്ല, എൻ്റെ പണി പോകും സാറേ. സാറേ 2 ദിവസമല്ലേ ആയുള്ളൂ ജോലിക്ക് കയറിയിട്ട്. ഞാനേ ഫോറൻസിക്കിലെ സജീവിനെ എന്തായാലും ഒന്ന് വിളിക്കട്ടെ. എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ, വീട്ടുകാരുടെ ആരെയും ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് തലയോട്ട് കിട്ടിയാൽ മതി. താനിങ്ങനെ ടെൻഷൻ അടിക്കാണ്. സജീവേ എന്നാ ചെയ്യുന്നേ? സാറേ ഇതിപ്പോ ആകെ ഇടങ്ങേറായിരിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യും, ഇന്നിപ്പോ രാത്രിയായില്ലേ, സാറിനോടുള്ള ബന്ധത്തിന്റെ പുറത്ത് നാളെ രാവിലെ വരെ എങ്ങനെയെങ്കിലും ഞാൻ ഹോൾഡ് ചെയ്യും. സാറേ നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും സാധനം ഒപ്പിച്ച് ഇവിടെ എത്തിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ സജീവ, ഞാൻ വിളിക്കാം. ഓക്കെ. ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ അളിയ നമ്മുടെ പൂമ്പാറ്റ ഒരു പണിയാണ്. പഞ്ചറൊട്ടി ഞാൻ കടയിൽ കൊടുത്തേക്കണേ ഉള്ളൂ. നീ പെട്ടെന്ന് പറഞ്ഞ ഒഴിച്ചേ. പെട്ടെന്ന് വീടാ. നീയേ പതുക്കെ അടിച്ചാ മതി. ഇവിടെ സാധനം ഇരിക്കല്ലേ, പിന്നെ എന്തിനാടാ ടെൻഷൻ അടിക്കണേ? സോഡ ഇല്ല അളിയ. സോഡയൊന്നുമില്ല, വെള്ളം ഒഴിച്ച് പൂച്ചാ മതി. ആ വെള്ളമെങ്കിൽ വെള്ളം. മിച്ചർന്നുകൊണ്ട് ഇത്ര വലിയ ടച്ചിങ്സോ? വേണമെങ്കിൽ ഊപ്പിയാൽ മതി മൈദ. ഓ നിനക്ക് അണ്ടി പോയാണ് എൻ്റെ കിണ്ണം വരയിൽ പെഗ് ഒഴിച്ച് അടിക്കാനും അറിയാം. എന്നിട്ട് അതിനെ റോസ് ചെയ്ത് എനിക്കിട്ട്. എന്ത്? ഒന്നുമില്ല. എന്തോന്നടത് അളിയ, ഒരബദ്ധം പൊട്ടിപ്പോയടാ. ചേട്ടാ ഒരു പാക്കറ്റ് മിച്ചർ. വെറ്റടിച്ച പൈസ അവൻ അങ്ങനെ പറ്റുന്നുണ്ട്. നിനക്ക് പോലീസായിരുന്നു ഉണ്ടാക്കണായിരുന്നോ? ഒന്നില്ലെങ്കിൽ ഒന്ന് മണത്തോക്കി എടുക്കാൻ മേലായിരുന്നോ? തട്ടിപ്പോയി അളിയ. ഓ കോപ്പി എന്നെ കൂട്ടി എന്നെ തന്നെ ആണല്ലോ പറയാൻ. എന്താടാ പോലീസ്? അയ്യോ അയ്യോ എന്റെ കുപ്പി എന്നെ കൊണ്ടുവരാ.
എവിടെയായിരുന്നു മനുഷ്യ നിങ്ങൾ ഇത്ര നേരം? നിങ്ങൾ എന്നെ കക്കാൻ പോകുന്നുണ്ടോ? ഓ, മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ്. മനസ്സിനു മരണമില്ല ആത്മാവേ, കുരിശിനു നേരെ നിന്നാൽ നീ കാത്തോണേ. ഇപ്പോൾ കിട്ടിയ വാർത്ത. വെട്ടുകുഴി പാലത്തിന് സമീപത്ത് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ തലയോട്ടി കൃത്രിമ തലയോട്ടി എന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഷൂട്ടിംഗ് സംഘം ഉപയോഗശേഷം ഉപേക്ഷിച്ച തലയോട്ടിയാണ് നാട്ടുകാരെയും പോലീസിനെയും പരിഭ്രാന്തിയിലാക്കിയത്. കാലാവസ്ഥ. ഈ വർഷം കാലവർഷം നേരത്തെ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. സെമിത്തേരി പോണില്ലേ നിങ്ങൾ? ജാഗ്രത പുലർത്തണമെന്ന് ഇന്നലെ രാജസാറിന്റെ അപ്പന്റെ ആണ്ട്. വേഗം കുളിച്ചൊരുങ്ങി പള്ളി പോകാൻ നോക്ക്. ഹലോ ഹലോ, ആരാ? ബേബി ചേട്ടനല്ലേ കഴിഞ്ഞ ഇടയ്ക്ക് ഷൂട്ടിങ്ങിനൊക്കെ ഉണ്ടായിരുന്നേ? അതെ, ആരാ? അതെ ബേബി ചേട്ടാ, നമുക്കേ ഒരു സ്കെലിട്ടൻ കിട്ടും, ഒരു റോളൊക്കെ സെറ്റ് ആക്കി തരാം. ഒന്ന് വെച്ചിട്ട് പോടാ പോയി. ഒരു കുരിശനെ ഒഴിവാക്കാൻ പറ്റ പാട് എനിക്കല്ല. ഓരോരുത്തർമാരെ ഇറങ്ങിക്കോളും രാവിലെ തന്നെ. മനുഷ്യനെ മെക്കണം. ഹലോ, കുഞ്ഞുമോനെ, ഇവിടെ ഓഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഞാൻ ഇച്ചിരി കഴിഞ്ഞാണ്ട് വിളിക്കാം. കേട്ടോ? ആ. ബേബി ചേട്ടനല്ലേ? സാറ് വിളിക്കുന്നുണ്ട്, കയറിക്കോ. ഓൾ ദ ബെസ്റ്റ്. ശരി, ഹലോ. ഓഡിഷൻ തീർന്നില്ല. ഓക്കെ, ശരി. എന്നാലും ആ തലയോട്ട് എങ്ങനെയാ കൃത്രിമമായി? രാഹുലേ, നീ ആ ട്രിവാണത്തിൽ വിളിച്ചിട്ട് ബഷീറിനെ വിളിച്ചിട്ട് പറഞ്ഞ സാധനം കൊണ്ടുവരാൻ പറ. ഇന്ന് തന്നെ സാധനം കിട്ടിയിരിക്കണം. സാറേ, എൻ്റെ ബലമായ സംശയം ഏതോ ഒരുത്തൻ നമുക്കിട്ട് പണി തരാൻ വേണ്ടി വണ്ടിക്കകത്തുനിന്ന് തലയോട്ടി അടിച്ചുകൊണ്ട് പോയതാണ്. ശരിയാ സാറേ, അവൻ ഈ പരിസരത്ത് തന്നെ ഉള്ളവനായിരിക്കും. അവനെ എങ്ങനെ എൻ്റെ കൈ കിട്ടിയാണല്ലോ. വണ്ടി വണ്ടി ചവിടി ചവിടിയോ. എവിടെ രാത്രി എന്നാ ആവശ്യം? ആവശ്യത്തിന് വന്നാ സാറേ. ഈ രാത്രി നീ എവിടെ പോയതാ? സാർ, ഞാനൊരു കൂട്ടാൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ഷൂട്ടിൻ്റെ ഒരു സാർ തിരുവനന്തപുരത്തൊന്ന് വരുന്നില്ല സാർ. ഇത് കണ്ടോ? വീട് സാറേ, പ്ലീസ് സാറേ. ഇത് വണ്ടി അടിച്ചു മാറ്റിയല്ലോ. സാറേ, തലോടി മുടിച്ചിട്ട് എനിക്ക് എന്നെ കിട്ടണ സാറേ. ഷൂട്ടിന് ആവശ്യം കൊണ്ടുവന്ന സാർ, പ്ലീസ് സാർ. തിരുവനന്തപുരത്ത് വിളിച്ചോളാം സാറേ.
നാടു കെണ്ടിക്കാലൊടിഞ്ഞു പോയേ ഒരിടത്തൊരു വില്ലാളി വീരൻ ഉറുമ്പു കടിച്ചു മരിച്ചതല്ലേ ഇത് കഥയല്ലേ ഹാ 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 ഹാ. ഹേയ് 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 ഹാ 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 ഹാ. വാതിൽ തേടി ഞാൻ തുറന്നത് പാമ്പിൻ മാളമായി വലഞ്ഞൊരു നിൽപ്പു നിന്നു ഞാൻ കുളത്തിലെ മത്സ്യമായി ഞാൻ പാടി തളർന്നു വീണുറങ്ങി ഞാൻ കൊളുത്തിന്റെ നോവറിഞ്ഞു ഞാൻ ഇത് പണിയല്ലേ ഹാ എന്താണിത് ഏതാണിത് വല്ലാത്ത പൊല്ലാപ്പ് മോടാണിത് എന്താണിത് ഏതാണിത് വല്ലാത്ത